നമുക്ക് യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് വായിക്കാം. ജെയിംസ് ചാപ്റ്റർ 4 വേഴ്സസ് 13 to 17. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പറയുന്നവരെ കേൾപ്പീൻ. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന ഇന്നത് ചെയ്യുമെന്നല്ലയോ പറയേണ്ടത്? നിങ്ങളോ വമ്പ് പറഞ്ഞ് പ്രശംസിക്കുന്നു. ഈ വക പ്രശംസയെല്ലാം ദോഷമാകുന്നു. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ. യാക്കോബിൻ്റെ ലേഖനത്തിലെ ഇതിവൃത്തം എന്ന് പറയുന്നത് ശരിയായ വിശ്വാസം ജീവിതത്തിൽ പ്രവൃത്തിയിൽ വെളിപ്പെടും എന്നുള്ളതാണ്. അത് വളരെ വ്യക്തമായിട്ട് യാക്കോബ് പറയുന്നുണ്ട്. നിന്റെ വിശ്വാസം ശരിയായ വിശ്വാസമാണെങ്കിൽ അത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സ്വാധീനിക്കും. ജീവിതത്തെ വ്യത്യാസപ്പെടുത്താത്ത വിശ്വാസം ശരിയായ വിശ്വാസമല്ല. ഇതാണ് യാക്കോബിൻ്റെ ലേഖനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. യാക്കോബ് നമ്മുടെ ജീവിതത്തിൻ്റെ അനേക മേഖലകളെ സ്പർശിച്ചുകൊണ്ട് ആ കാര്യം തെളിയിക്കാൻ ശ്രമിക്കുകയാണ്. ശരിയായ വിശ്വാസമുള്ള ഒരാളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അത് പ്രകടമാകും. കഴിഞ്ഞ ആഴ്ച ഒരു വിശ്വാസിയുടെ സംസാരം, നാവിൻ്റെ ഉപയോഗം എങ്ങനെയായിരിക്കണം, അവൻ ശരിയായ വിശ്വാസിയാണെങ്കിൽ എങ്ങനെയാണ് അവൻ്റെ നാവ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് നാം ചിന്തിക്കാനായിട്ട് ഇടയായി തീർന്നത്. ഇന്ന് നാം വായിച്ച ഈ വേദഭാഗത്തെ പ്രധാനപ്പെട്ട വിഷയം, ഒരുവൻ ശരിയായ വിശ്വാസമുള്ളവനാണെങ്കിൽ അവൻ്റെ ജീവിതത്തിലെ സകല കാര്യങ്ങളും ദൈവത്തിൻ്റെ ഹിതപ്രകാരവും ഇഷ്ടപ്രകാരവും ചെയ്യുന്നവനായിരിക്കും. ആ കാര്യമാണ് ഈ ഭാഗത്ത് യാക്കോബ് ഊന്നിപ്പറയുന്നത്. എന്നാൽ അങ്ങനെ അല്ലാതെ ചെയ്യുന്ന പലരുടെ കാര്യം ഇവിടെ യാക്കോബ് എടുത്തു പറയുകയാണ്. അപ്പോൾ പ്ലാനിങ് വിത്തൗട്ട് ഗോഡ്, ദൈവത്തെ കൂടാതെയുള്ളതായ പ്ലാനിങ്, പദ്ധതി ഇടുക, ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കാതെ ദൈവത്തെ കൂടാതെ സ്വന്തം ഹിതപ്രകാരം ചെയ്യുക, അതിൻ്റെ ദോഷം എന്താണ് എന്നുള്ളതാണ് യാക്കോബ് ഈ ഭാഗത്ത് പറയുന്നത്. ദ ഫോളി ഓർ ദ ഡേഞ്ചർ ഓഫ് പ്ലാനിങ് വിത്തൗട്ട് ഗോഡ്, ദൈവത്തെ മാറ്റി നിർത്തിയുള്ള ജീവിത പദ്ധതികൾ, അതിൻ്റെ ദോഷം എന്തൊക്കെയാണ്? ആ ബന്ധത്തിലാണ് ചില വാക്കുകൾ ഇവിടെ യാക്കോബ് പറയുന്നത്. യാക്കോബിൻ്റെ ലേഖനം യഹൂദന്മാർക്ക് എഴുതിയതാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ. യഹൂദന്മാർക്ക് ആരെ ലക്ഷ്യം വെച്ചുകൊണ്ട് എഴുതിയതാണ് യാക്കോബിൻ്റെ ലേഖനം. ഇവിടെ പട്ടണത്തിൽ ഇന്ന പട്ടണത്തിൽ പോയി വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പറയുന്ന ചില ആളുകളെ കുറിച്ച് പറയുകയാണ്. അത് യഹൂദന്മാരുടെ തന്നെ കാര്യമാണ്. യഹൂദന്മാർ പണ്ട് മുതലേ ട്രേഡ് ചെയ്യുന്നവരായിരുന്നു, വ്യാപാരം ചെയ്യുന്നവരായിരുന്നു. ആ കാലത്ത് തന്നെ ഒട്ടകത്തിൻ്റെ പുറത്ത് സാധനങ്ങൾ കയറ്റി ഒരു പട്ടണത്തിൽ നിന്ന് അടുത്ത പട്ടണത്തിലേക്ക് പോയി അവിടെ വ്യാപാരം ചെയ്ത്, അവിടുന്ന് അടുത്ത പട്ടണത്തിലേക്ക് പോയി അവിടെ കുറച്ച് ദിവസം താമസിച്ച് അവിടുന്ന് അടുത്ത പട്ടണത്തിലേക്ക് പോയി, അങ്ങനെ വളരെ ദീർഘനാളുകൾ യഹൂദന്മാർ വ്യാപാരം ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു. യഹൂദന്മാർ പൊതുവെ കച്ചവടക്കാരായിരുന്നു. ആ നാളുകൾ വളരെ കച്ചവടക്കാരുണ്ടായിരുന്നു. അവരുടെ രാജ്യത്ത് മാത്രമല്ല മറ്റു രാജ്യങ്ങളിലും അവർ കച്ചവടത്തിന് പോയിരുന്നു. നമ്മുടെ ഇന്ത്യയുമായിട്ട് ആദ്യകാലം മുതൽ യഹൂദന്മാർക്ക് കച്ചവട ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതിന് ധാരാളം തെളിവുകൾ നമുക്കുണ്ട്. അപ്പോൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും യാത്ര ചെയ്ത് വ്യാപാരം ചെയ്യുന്ന ആളുകളാണ് യഹൂദന്മാരായ ആളുകൾ. അവരുടെ തന്നെ രാജ്യത്ത് ഇങ്ങനെ ഒരു പട്ടണത്തിൽ നിന്ന് വേറൊരു പട്ടണത്തിൽ പോയി വ്യാപാരം ചെയ്യുന്നവരാണ്. അപ്പോൾ വളരെ പ്ലാനിങ്ങും പണമുണ്ടാക്കുവാനുള്ള പല പദ്ധതികളും അതിനകത്തുണ്ട്. എങ്കിലേ കച്ചവടം ശരിയായി നടക്കുകയുള്ളൂ. നമുക്കറിയാം, പ്ലാനിങ് ചെയ്യുന്നതുകൊണ്ടോ പദ്ധതി ഇടുന്നതുകൊണ്ടോ അതൊന്നും തെറ്റുള്ള കാര്യമല്ല. എന്നാൽ ഇവിടെ തെറ്റായി പറഞ്ഞിരിക്കുന്നത്, ദൈവത്തെ കൂടാതെ, ദൈവത്തോട് ആലോചന ചോദിക്കാതെ, ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കാതെ സ്വന്തം ബുദ്ധിയിലും പദ്ധതിയിലും ആശ്രയിച്ച് ചെയ്യുന്ന കാര്യങ്ങളെയാണ് ഇവിടെ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. നാം അടുത്ത വർഷം എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അടുത്ത വർഷം യാത്ര ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നു, അത് പ്ലാൻ ചെയ്യുന്നത് തെറ്റല്ല. എന്നാൽ ദൈവത്തിൻ്റെ ഹിതത്തിനും ആലോചനയ്ക്കും കീഴ്പ്പെട്ട് വേണം, പ്രാർത്ഥനയോടെ ദൈവേഷ്ടം അന്വേഷിച്ച് വേണം ആ കാര്യങ്ങൾ ചെയ്യാൻ എന്നുള്ളതാണ് ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം.
അങ്ങനെ അല്ലാതെ ചെയ്തിരുന്ന യഹൂദ കച്ചവടക്കാരുടെ കാര്യമാണ് ഇവിടെ 13-ാം വാക്യത്തിൽ പറയുന്നത്. അവിടെ അവരുടെ പ്ലാനിങ് നോക്കുക. അനേക കാര്യങ്ങൾ അവരുടെ പ്ലാനിങ്ങിൽ വരുന്നുണ്ട്. ആ പ്ലാനിങ്ങിന്റെ ടൈം തീരുമാനിച്ചിട്ടുണ്ട്. എന്താ? ഇന്നോ നാളെയോ. പിന്നെ പ്ലാനിങ്ങിന്റെ പേഴ്സണൽ, ആരാ അത് ചെയ്യാൻ പോകുന്നത്? ഞങ്ങൾ. പിന്നെ പ്ലാനിങ്ങിന്റെ സ്ഥലം, ഇന്ന പട്ടണം. പിന്നെ ഡ്യൂറേഷൻ, എത്ര നാള് ആ കാര്യം ചെയ്യണം. അവിടെ പറഞ്ഞിരുന്ന് ഒരാണ്ട്. എന്താണ് അവർ ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റി? അവർ ചെയ്യാൻ പോകുന്ന പ്രവർത്തനം എന്താണ്? ബൈ ആൻഡ് സെൽ, അതായത് വ്യാപാരം ചെയ്യുക. അതിന്റെ റിസൾട്ട് എന്താണ്? ലാഭം ഉണ്ടാക്കുക. അപ്പോ 5-6 കാര്യങ്ങൾ ഇവരുടെ പ്ലാനിങ്ങിലുണ്ട്. ഒന്ന്, പ്ലാനിങ്ങിന്റെ സമയം, ദ ടൈം. രണ്ട്, ദ പേഴ്സണൽ ഇൻവോൾവ് ഇൻ പ്ലാനിങ്, ഈ പ്ലാനിങ്ങിലെ ആളുകൾ, ഞങ്ങൾ. പിന്നെ ദ പ്ലേസ്, ഏത് സ്ഥലത്താണ്, ഇന്ന പട്ടണം, എത്ര നാളാണ്, ഡ്യൂറേഷൻ, എ ഇയർ. അവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത്? ആക്ടിവിറ്റി, ബൈ ആൻഡ് സെൽ, വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക. അത് എന്താണ് ലക്ഷ്യം? എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? മേക്ക് പ്രോഫിറ്റ്, ലാഭം ഉണ്ടാക്കുക. അപ്പോൾ ഇവിടെ 5-6 കാര്യങ്ങൾ അവരുടെ പ്ലാനിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എപ്പോ ചെയ്യും, എവിടെ ചെയ്യും, എന്ത് ചെയ്യും, ആര് ചെയ്യും, എന്തിനു വേണ്ടി ചെയ്യും. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു വാചകത്തിലുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും കുഴപ്പമുള്ളതല്ല, അല്ലേ? ഇന്ന പട്ടണത്തിൽ പോകണം, അടുത്ത വർഷം ചെയ്യണം എന്നൊക്കെ പറയുന്നത് തെറ്റുള്ള കാര്യമല്ല. എന്നാൽ ഇവിടെ പറയാത്തൊരു കാര്യമാണ് കുഴപ്പം. ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല. പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നല്ലതാ. വൺ തിങ് ഈസ് ലെഫ്റ്റ് ഔട്ട്. അതെന്താ? പറയാത്ത കാര്യം എന്താ? ദൈവഹിതമാണെങ്കിൽ, അല്ലെങ്കിൽ ഗോഡ് ഈസ് ലെഫ്റ്റ് ഔട്ട് ഫ്രോം ദെയർ ബിസിനസ്. അവരുടെ വ്യാപാരത്തിൽ നിന്ന് ദൈവത്തെ പുറത്താക്കിയിരിക്കുക. പറഞ്ഞിരിക്കുന്ന 5-6 കാര്യങ്ങൾ നല്ല കാര്യങ്ങളാണ്, കുഴപ്പമൊന്നുമുള്ളതല്ല. എന്നാൽ പറയാത്ത കാര്യമാണ് കുഴപ്പം. എന്താ പറയാത്ത കാര്യം? ദൈവം എന്നുള്ള കാര്യം അവിടെ പറഞ്ഞിട്ടില്ല. ഇതുപോലെ ഒരു ഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിലുണ്ട്. നമ്മുടെ കർത്താവ് പറഞ്ഞ ഒരു ഉപമയാണത്. ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം നമുക്ക് വളരെ പരിചയമുള്ള ഒരു ഉപമയാണ്. അതിൻ്റെ 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ ധനികനായ ഒരാളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അയാളുടെ പ്ലാനിങ്ങിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യാക്കോബ് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ഏകദേശം അതേപോലത്തെ ഒരു പ്ലാനിങ് പദ്ധതിയാണ് ലൂക്കോസ് 12-ലെ ഈ ധനികനായ മനുഷ്യനും നടത്തുന്നത്. അവന്റെ പ്ലാനിങ് നോക്കുക. ഭൂമി നന്നായി വിളഞ്ഞു, വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരാ എന്നുള്ളിൽ വിചാരിച്ചു. ഞാൻ ഇത് ചെയ്യുമെന്ന് പ്ലാൻ ചെയ്തു. കളപ്പുരകളെ പൊളിക്കും, അധികം വലിയത് പണിയും, പിന്നെ എൻ്റെ വിളവും വസ്തുവകയും അതിൽ കൂട്ടിവെക്കും. എന്നിട്ട് എന്നോട് തന്നെ, നിനക്കേറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു, ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. ഇവിടെയും ഡീറ്റെയിൽഡ് പ്ലാനിങ്ങാ. എൻ്റെ വസ്തുവക, എൻ്റെ വിളവ് നന്നായിട്ടുണ്ടാകുന്നു, അത് എവിടെ കൂട്ടിവെക്കും, സ്ഥലം പോരെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അങ്ങനെ പാണ്ഡികശാലകൾ പണിതിട്ട് പിന്നെ ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്യും, വസ്തുവകയൊക്കെ അതിൽ കൂട്ടിവെക്കും. പിന്നെ എന്നോട് തന്നെ ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു, ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. അതിന്റെ അടുത്ത വാക്യത്തിൽ ദൈവം അവനോട് അവനെ മൂഢനെന്നാണ് ദൈവം വിളിക്കുന്നത്. നമുക്കറിയാം, ഇത് വളരെ വിചിത്രമായൊരു കാര്യമാണ്. ലോകത്തിൽ വളരെ നന്നായിട്ട് പ്ലാൻ ചെയ്യുകയും നല്ല കൃഷി ചെയ്യുകയും ലാഭമുണ്ടാക്കുകയും ആ ലാഭമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യുന്ന ഒരാളെ ലോകം ഒരിക്കലും മണ്ടെന്ന് വിളിക്കുകയാണ്, അല്ലേ? ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും കാശുകാരനാണ് ഇയാള്. ഭയങ്കര കാശുകാരനാ, ഭയങ്കര കച്ചവടാ പുള്ളിക്ക് എന്നേ പറയൂ. പ്രശംസിച്ച് ലോകം പറയുള്ളൂ. എന്നാൽ ആ ആളെ നോക്കി ദൈവം പറയുന്നത് അവൻ മണ്ടനാണ്, മൂഢ എന്നാ. എന്തുകൊണ്ടാണ് ദൈവം അവനെ മൂഢ എന്ന് വിളിച്ചത്? അവൻ നന്നായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടല്ല, അവന്റെ വിളവ് നന്നായത് കൊണ്ടല്ല, അവൻ പുതിയ കളപ്പുര പണിയുമെന്ന് പറഞ്ഞുകൊണ്ടല്ല അവൻ മൂഢനായത്. അവൻ എന്തുകൊണ്ടാണ് മൂഢ എന്നുള്ള പേരിന് അർഹനായതെന്ന് അതിൻ്റെ 31-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്.
ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ അവൻ നിക്ഷേപിച്ചു. അപ്പോൾ ദൈവത്തെ അവനും വിട്ടുകളഞ്ഞു. യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ച 5-6 പ്ലാനിങ്ങിലെ പോയിന്റുകളിൽ ദൈവം എന്നുള്ള പോയിന്റ് ഇല്ല. ഇവന്റെ പ്ലാനിങ്ങിലും ദൈവം എന്നുള്ളൊരു പോയിന്റ് ഇല്ല. വസ്തുവകയുണ്ട്, വിളവുണ്ട്, കളപ്പുരയുണ്ട്, കൂട്ടിവെക്കുന്ന കാര്യമുണ്ട്, അത് ആസ്വദിക്കുമെന്ന് പറയുന്നുണ്ട്. അതെല്ലാം നല്ല പ്ലാനിങ്ങാണ്. പക്ഷെ ഇല്ലാത്തൊരു ഫാക്ടറുണ്ട്, അത് ദൈവം എന്നുള്ളതാണ്. ഇനി ആ ധനികൻ പറയുന്ന ആ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചേ. അവനെക്കുറിച്ച് പറയുന്നത് ഭൂമി നന്നായി വിളഞ്ഞു. എങ്ങനെയായി ഭൂമി നന്നായി വിളഞ്ഞതെന്ന് അവൻ ചിന്തിച്ചില്ല. അവൻ വിചാരിച്ചത് ഓട്ടോമാറ്റിക്കായിട്ട് വിളഞ്ഞെന്നാണ്. അവൻ കൃഷി ചെയ്തുകൊണ്ട് വിളഞ്ഞെന്നാണ് അവന്റെ വിചാരം, അല്ലേ? ഭൂമി നന്നായി വിളഞ്ഞു. ഭൂമി എങ്ങനെ നന്നായി വിളഞ്ഞത്? ദൈവം തമ്പുരാൻ വെള്ളവും വെളിച്ചവും സൂര്യപ്രകാശവും കൊടുത്തുകൊണ്ടാണ് നന്നായി വിളഞ്ഞത്. മഴയില്ലായിരുന്നെങ്കിൽ നന്നായി വിളയുകയില്ലായിരുന്നു. സൂര്യപ്രകാശം ശരിക്കും കിട്ടിയില്ലായിരുന്നെങ്കിൽ നന്നായി വിളയുകയില്ലായിരുന്നു. അവൻ അത് ചിന്തിച്ചില്ല. നന്നായി വിളഞ്ഞു, അതിൽ വളരെ തൃപ്തിയാണ്. ദൈവമാണ് അത് വളരുമാറാക്കിയത് എന്നുള്ള ഫാക്ടർ അവൻ കൺസിഡർ ചെയ്തില്ല. ദൈവമാണത് അങ്ങനെ ആക്കിയത് എന്നുള്ള വസ്തുത അവൻ ചിന്തിച്ചില്ല. പിന്നെ താഴെ നമ്മൾ വായിക്കുമ്പോൾ എല്ലാം മെറ്റീരിയലിസ്റ്റിക്കാണ്. അവനോട് ബന്ധപ്പെട്ട വാക്കുകളെല്ലാം ഭൗതികമായ കാര്യങ്ങളാണ്. എന്തൊക്കെയാ വാക്കുകള്? ഭൂമി, വിളവ്, പിന്നെ കൂട്ടിവെക്കാൻ സ്ഥലം, കളപ്പുര, അധികം വലിയത്, വസ്തുവക. ആ വാക്കുകളെല്ലാം നോക്കിയേ, എല്ലാം മെറ്റീരിയലിസ്റ്റിക് ആണ് വാക്കുകൾ. ഭൗതികമായ കാര്യമാണ് എല്ലാം പറയുന്നത്. ഭൂമിയുടെ കാര്യം പറഞ്ഞു, വിളവിന്റെ കാര്യം പറഞ്ഞു, വസ്തുവകയുടെ കാര്യം പറഞ്ഞു, ധനത്തിന്റെ കാര്യം പറഞ്ഞു, കൂട്ടിവെക്കുന്ന കാര്യം പറഞ്ഞു. ഇതൊന്നും there is nothing spiritual about it. ആത്മീകമായ ഒന്നും അതിനകത്തില്ല, ദൈവീകമായ ഒന്നും അതിനകത്തില്ല. പിന്നെ അവന്റെ സംസാരത്തിലെ വേറെ ഒരു കാര്യം, ഞാൻ എന്ത് ചെയ്യണ്ടു, ഞാൻ എൻ്റെ വിളവ്. 18-ാം വാക്യം, അവൻ പറഞ്ഞത് ഞാൻ ഇത് ചെയ്യും, എൻ്റെ കളപ്പുരകളെ പൊളിക്കും. എന്നിട്ട് 19-ാം വാക്യം, എന്നിട്ട് എന്നോട് തന്നെ നിനക്ക് ഏറിയ ആണ്ടുകൾ. ആ വാക്കുകൾ ശ്രദ്ധിക്കണം. ഞാൻ, എൻ്റെ, എന്നോട്, ഇതാണ് മുഴുവൻ. എൻ്റെ 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 എന്ന് പറഞ്ഞാണ് എല്ലാം പറയുന്നത്. പക്ഷെ അതിൻ്റെ ഒടുവിൽ സംഭവിച്ചത് മൈ 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 എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് ഒടുവിൽ വന്നപ്പോ ഒന്നുമില്ലാതായി. മൂഢാ, ഈ രാത്രി നിന്റെ പ്രാണനെ നിന്നോട് ചോദിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ദൈവം ചോദിക്കുകയാണ്. അപ്പോൾ ഈ ലൂക്കോസ് 12-ലെ ഉപമയിലെയും കുഴപ്പം, അവൻ പ്ലാൻ ചെയ്തതല്ല, കൃഷി ചെയ്തതല്ല, നന്നായിട്ട് വിളഞ്ഞതല്ല. അവിടുത്തെ എല്ലാം കുഴപ്പം ദൈവത്തിന് യാതൊരു സ്ഥാനവും അവന്റെ പ്ലാനിങ്ങിലോ അവന്റെ ഭാവിയെക്കുറിച്ചുള്ള ശ്രദ്ധയിലോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. യാക്കോബ് ഈ ഭാഗത്ത് നമ്മെ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതാണ്. ദൈവത്തെ കൂടാതെയുള്ള പ്ലാനിങ് അപകടമാണ്. ദൈവത്തെ കണക്കിലെടുക്കാതെ, ദൈവത്തെ ഉൾപ്പെടുത്താതെയുള്ള നമ്മുടെ ജീവിത പദ്ധതികൾ, ദൈവത്തിൽ ആശ്രയിക്കാതെയുള്ള ജീവിത പദ്ധതികൾ, ദൈവത്തിന്റെ ഹിതത്തിൽ നിന്ന് മാറിയുള്ള ജീവിത പദ്ധതികൾ, അത് കല്യാണമാണെങ്കിലും കൊള്ളാം, പഠിത്തമാണെങ്കിലും കൊള്ളാം, വിദേശത്ത് പോകുന്ന കാര്യമാണെങ്കിലും കൊള്ളാം, പണമുണ്ടാക്കുന്ന കാര്യമാണെങ്കിലും കൊള്ളാം, വണ്ടി മേടിക്കുന്ന കാര്യമാണെങ്കിലും കൊള്ളാം, ദൈവം അതിനകത്തില്ലെങ്കിൽ അതെല്ലാ നിലയിലും അപകടമാണ്. അതിൻ്റെ ആ 13-ാമത്തെ വാക്യം നമ്മെ ഓർപ്പിക്കുന്ന ഒരു കാര്യം അതാ. ഇനി താഴെ 14-ാം വാക്യത്തിൽ പറയുന്നത്, നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. ഭാവി എന്താണ്? ഭാവി എന്ന് പോട്ടെ, നാളെ അടുത്ത നിമിഷം എന്താണെന്ന് പോലും നമുക്കറിഞ്ഞുകൂടാ. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. അപ്പോ നാളെയുടെ മേൽ നമുക്ക് നിയന്ത്രണമില്ല. ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമുക്കൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം, എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട്. ഒന്നാമത് നമ്മൾ പറഞ്ഞ പാഠം എന്താണ്? ഡോണ്ട് ആക്ട് ഇൻഡിപെൻഡന്റ് ഓഫ് ഗോഡ്. ഡോണ്ട് ആക്ട് വിത്തൗട്ട് റിലയൻസ് അപ്പോൺ ഗോഡ്. ദൈവത്തിൽ ആശ്രയിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യരുത്. അതാണ് പാഠം നമ്പർ 1. രണ്ടാമത് ഈ ഭാഗത്ത് ഇപ്പോൾ നമ്മൾ വായിച്ച പാഠം,
ഡോണ്ട് ആക്ട് ആസ് ഇഫ് യു ആർ ദ മാസ്റ്റർ ഓഫ് യുവർ ഫേറ്റ്. നിന്റെ ഭാവിയുടെ യജമാനൻ, നിന്റെ ജീവിതത്തിന്റെ യജമാനൻ നീ തന്നെയാണ് എന്നുള്ള നിലയിൽ നീ പെരുമാറരുത്. ഡോണ്ട് ആക്ട് ആസ് ഇഫ് യു ആർ ദ മാസ്റ്റർ ഓഫ് യുവർ ഫേറ്റ്. നിന്റെ ഭാവി നിന്റെ നിയന്ത്രണത്തിലാണ് എന്നുള്ളത് പോലെ നീ ഒരിക്കലും പെരുമാറാനായിട്ട് പാടില്ല. അവിടെ പറയാണ്, നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. മൂന്നാമതൊരു കാര്യം ആ ഭാഗത്ത് പറയുന്നു, നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. അപ്പൊ മൂന്നാമത്തെ പാഠം അവിടെയുണ്ട്, അവർ ലൈഫ് ഈസ് ലൈക്ക് എ വേപ്പർ. നമ്മുടെ ജീവിതം വെറും ആവി പോലെയാണ്. വേദപുസ്തകത്തിൽ ഈ കാര്യം ഒത്തിരി സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി വാക്യങ്ങളിൽ ഈ ആശയം വന്നിട്ടുണ്ട്. എല്ലാ വാക്യങ്ങളും വായിക്കണമെന്നില്ല. 102 സങ്കീർത്തനത്തിന്റെ 11 വാക്യം, Psalm 102 verse 11, അവിടെ പറയുന്നത് നമ്മുടെ ജീവിതം ചാഞ്ഞു പോകുന്ന നിഴൽ പോലെയും വാടിപ്പോകുന്ന പുല്ല് പോലെയുമാണ്. 102:11 വാക്യം. ഇയ്യോബ് 8:9 പറയുന്നത് നമ്മുടെ ജീവിതകാലം ഒരു നിഴൽ പോലെ അത്രേ. അവർ ലൈഫ് ഈസ് ലൈക്ക് എ ഷാഡോ. ജോബ് 8:9. 1 ദിനവൃത്താന്തം 29:15 പറയുന്നത് നമ്മുടെ ജീവിതം നിഴൽ പോലെയാണ്, യാതൊരു സ്ഥിരതയുമില്ല. അങ്ങനെ ദിനവൃത്താന്തത്തിൽ പറഞ്ഞിരിക്കുന്നത് 1 ദിനവൃത്താന്തം 29:15. നിഴൽ പോലെ യാതൊരു സ്ഥിരതയുമില്ലാത്തതാണ് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? വളരെ ചെറുതാണ്, താൽക്കാലികമാണ്, എപ്പോൾ വേണേലും ഡിസപ്പിയർ ചെയ്യാവുന്നതാണ്. ആവി എന്ന് പറഞ്ഞാൽ അതാണല്ലോ, കാണാം, പക്ഷേ ഒരു നിമിഷം കൊണ്ട് പിന്നെ അത് ഇല്ലാതെ പോവുകയാണ്. നമ്മുടെ ജീവിതം ഇതുപോലെയാണ്. ഇത് നാം ഓർത്തിരിക്കണമെന്നാണ് ഇവിടെ യാക്കോബ് പറയുന്നത്. അവർ ലൈഫ് ഈസ് ലൈക്ക് എ വേപ്പർ. നമുക്കറിയാം, മരണം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ അവസാനം എന്ന് പറയുന്നത് നമുക്കാർക്കും നിശ്ചയമുള്ള കാര്യമല്ല. നമ്മുടെ കയ്യിൽ ഇന്ന് മാത്രമേ ഉള്ളൂ. ടുഡേ, ടുമോറോ നമ്മുടെ കയ്യിലല്ല, നാളെ നമ്മുടെ കയ്യിലല്ല. ഏത് സമയവും മരണം വരാം. നിശ്ചിത സമയത്ത് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന സമയത്ത് യാതൊരു നോട്ടീസും കൂടാതെ ഈ ലോകത്തിൽ നിന്ന് പെട്ടെന്ന് മാറ്റപ്പെടാനുള്ള സാധ്യത എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അതിന് ചില ലക്ഷണങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഒരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഒരാളുടെ അടുത്ത് കാലൻ വന്നു. നമ്മുടെ ഇന്ത്യയിൽ മരണത്തെ കാലൻ എന്നാണല്ലോ പറയുന്നത്. ഒരിക്കൽ കാലൻ വന്നു, വാ, നിന്നെ കൊണ്ടുപോകാൻ വന്നിരിക്കുക എന്ന് പറഞ്ഞു. അപ്പം അയാൾ പറഞ്ഞു, അയ്യോ, അങ്ങനെ നോട്ടീസ് കൂടാതെ വന്നാൽ എങ്ങനെ ശരിയാകുന്നത്? എന്നോട് നേരത്തെ ഒന്ന് പറയണ്ടായിരുന്നു ഇന്ന് വരുമെന്ന്. പറയാതെ പെട്ടെന്ന് വന്നാലോ? അതുകൊണ്ട് ഇപ്പം എനിക്ക് വരാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പം കാലം പറഞ്ഞ, എന്നാൽ ശരി, ഞാൻ നോട്ടീസ് തന്നിട്ട് ഇനി വരാം എന്ന് പറഞ്ഞു. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ കാലം പിന്നെയും വന്നു. അപ്പം ഇയാൾ പറഞ്ഞു, നോട്ടീസ് തന്നിട്ട് വരുമെന്നല്ലേ പറഞ്ഞത്, നോട്ടീസൊന്നും തന്നില്ലല്ലോ, എന്നോട് പറഞ്ഞില്ലല്ലോ. അപ്പം ഈ കാലം ചോദിച്ചു, ഇന്നാളാ ഡെന്റിസ്റ്റിൻ്റെ അടുത്തിരിക്കുന്ന കണ്ടല്ലോ, എന്തിനായിരുന്നു ചോദിച്ചു. അപ്പം അയാൾ പറഞ്ഞു, അതെ, പല്ല് പ്രായമായതുകൊണ്ട് പല്ലിനൊരു ചെറിയ ഇളക്കമൊക്കെ തട്ടി അതൊന്ന് ശരിയാക്കാനായിട്ട് അവിടെ ഇരുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ അയാൾ ചോദിച്ചു, ആശുപത്രി തന്നെ ഇരിക്കുന്ന കണ്ടായിരുന്നല്ലോ, അത് ബ്ലഡ് ടെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞു, അതിന് അത് ശരി. പിന്നെ ഹാർട്ട് ഡിപ്പാർട്ട്മെന്റിൽ പോകുന്ന കണ്ടായിരുന്നല്ലോ, എന്തിനായിരുന്നു? അത് ഹാർട്ടിൻ്റെ ഒരു ചെക്കപ്പ് വേണമായിരുന്നു, അതിന് പോയല്ല. അപ്പം കാലം പറഞ്ഞു, അതാ നോട്ടീസ് എന്ന് പറഞ്ഞു. നോട്ടീസ് എന്ന് പറഞ്ഞാൽ അതാ, എല്ലാവർക്കും ഈ നോട്ടീസ് കിട്ടുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ഈ നോട്ടീസ് കിട്ടിക്കൊണ്ടിരിക്കുക. അല്ലാതെ കാലം എഴുത്തൊന്നും വായിക്കുകയല്ല, 10-ാം തീയതി വരുമെന്നൊന്നും പറയല്ല. നേരത്തെ മുന്നറിവ് തന്നുകൊണ്ടിരിക്കുകയാണ്. പല്ലിളകുന്നു, മുടി നരയ്ക്കുന്നു, നടക്കാൻ കാലിന് മുട്ടുവേദന ഉണ്ടാകുന്നു, നടക്കുമ്പോൾ കതപ്പുണ്ടാകുന്നു, പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. ഇതാണ് നോട്ടീസ് എന്ന് പറയുന്നത്. ഈ നോട്ടീസ് എല്ലാവർക്കും തന്നുകൊണ്ടിരിക്കുകയാണ്. നോട്ടീസ് കിട്ടുമ്പോൾ ഓർത്തോണം, പുറകെ ആള് വരുന്നുണ്ടെന്ന്. എന്നാണെന്നറിയാൻ പാടില്ല, ചിലപ്പോൾ കുറെ കഴിഞ്ഞായിരിക്കാം. പക്ഷേ ആ കഥ പറയുന്നത് ഇതാണ് മരണം തരുന്ന നോട്ടീസ് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, യാക്കോബ് പറയാണ്, നാളെ മുഴുവൻ എൻ്റെ നിയന്ത്രണത്തിലാണ്, എനിക്കിഷ്ടമുള്ളതുപോലെ ചെയ്യാം, ഞാൻ അവിടെ പോകും, ഇവിടെ പോകും, ഇന്നത് ചെയ്യും എന്നൊന്നും പറഞ്ഞ് നീ അഹങ്കരിക്കരുത്. കാരണം ജീവിതം ഒരു നിമിഷം കൊണ്ട് അവസാനിച്ചു പോകാവുന്നതാണ്. നിശ്ചയിച്ച സമയത്ത് അത് വരും, ആർക്കും അതിനെ തടയാനായിട്ട് കഴിയുകയില്ല.
പൗരസ്ത്യ നാട്ടിലുള്ള പ്രസിദ്ധമായൊരു കഥയുണ്ട്. ഞാനിത് പണ്ടിവിടെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല, നിങ്ങൾ മറന്നു കാണാതെ ഒന്നുകൂടെ പറയാം. മരണത്തെക്കുറിച്ച് തന്നെയുള്ളൊരു കഥയാണ്. ബസ്ര എന്ന് പറയുന്ന ഇറാഖിലെ ഒരു നഗരത്തിൽ, ഇറാഖിലെ ഒരു പട്ടണമാണ് ബസ്ര. ഒരു ഫാക്ടറി തൊഴിലാളി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആ ടൗണിൽ ഈ മരണം നിൽക്കുന്നു, അല്ലെങ്കിൽ കാലൻ നിൽക്കുന്നു, നമ്മുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞ. ഈ കാലൻ ഈ തൊഴിലാളിയെ സൂക്ഷിച്ച് നോക്കുക, വളരെ കെയർഫുള്ളായിട്ട് നോക്കുകയാണ്. അത് കണ്ടപ്പോൾ ഇവന് പേടിയാണ്. എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? എന്നെ എങ്ങനെ പിടിച്ചുകൊണ്ട് പോകാൻ വല്ലതും ആണോ? അപ്പോൾ അവൻ പേടിച്ച് തൻ്റെ ഫാക്ടറി യജമാനൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, സാറേ, ഇന്ന് ഞാൻ ടൗണിൽ പോയപ്പോൾ എന്നെ ഈ മരണം കുറച്ചു നേരം ഇങ്ങനെ നോക്കി, എനിക്ക് പേടിയാകും. അവൻ ഇതിലെ കറങ്ങുന്നുണ്ട്, എന്നെ പിടിക്കാനാണെന്നാണ് എൻ്റെ വിചാരം. അതുകൊണ്ട് ഒരു ഉപകാരം ചെയ്യണം, സാറിൻ്റെ ആ വേഗം ഓടുന്ന കുതിര എനിക്കൊന്ന് തരണം. ഞാൻ ആ കുതിരപ്പുറത്ത് ഈ പട്ടണത്തിൽ നിന്ന് ബാഗ്ദാദ് എന്ന് പറയുന്നത് 100-500 കിലോമീറ്റർ അവിടെ നിന്നുള്ള ദൂരെയുള്ള ഒരു പട്ടണമാണ്, ഇറാഖിൽ തന്നെ. ബാഗ്ദാദിലേക്ക് ഞാൻ പോവുകയാണ്, അതുകൊണ്ട് കുതിരയെ ഒന്ന് തരണം, ഞാൻ ഇവിടുന്ന് ഒന്ന് രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞു. അപ്പം യജമാനൻ പറഞ്ഞു, കുതിര എടുത്തോ, കുഴപ്പമൊന്നുമില്ല. ഇവൻ കുതിരപ്പുറത്ത് കയറി ഓടി രക്ഷപ്പെട്ട് ബാഗ്ദാദിൽ ചെന്നു. അടുത്ത ദിവസം ഈ യജമാനൻ പട്ടണത്തിൽ കൂടെ പോകുമ്പോൾ ഈ കാലൻ വീണ്ടും ടൗണിൽ നിൽപ്പുണ്ട്. അപ്പോൾ അയാള് കാലിനോട് ചോദിച്ചു, ഇന്നലെ എൻ്റെ ഒരു പാവം പിടിച്ച തൊഴിലാളിയെ നീ പേടിപ്പിച്ചെന്ന് പറഞ്ഞല്ലോ, എന്തിനാ നീ അവനെ സൂക്ഷിച്ചു നോക്കി പാവത്തെ പേടിപ്പിച്ചത്? അപ്പോൾ ഈ കാലൻ പറഞ്ഞു, ഞാൻ പേടിപ്പിച്ചൊന്നുമല്ല, ഞാൻ നോക്കിയെന്നുള്ളത് ശരിയാണ്. ഞാൻ നോക്കാൻ കാരണം നാളെ ബാഗ്ദാദിൽ വെച്ച് അവനുമായിട്ടൊരു അപ്പോയിൻമെൻ്റ് എനിക്കുണ്ട്. അവൻ ഇപ്പോഴും ബസറ നിൽക്കുന്നേ ഉള്ളോ എന്ന് വിചാരിച്ച് ഞാൻ നോക്കിയതാന്ന് പറഞ്ഞു. എല്ലാവർക്കും കഥയുടെ അർത്ഥം മനസ്സിലായല്ലോ അല്ലേ? നാളെ ബാഗ്ദാദിൽ വെച്ച് അവനെ പിടിക്കാൻ എനിക്കൊരു പരിപാടിയുണ്ട്, അവൻ ഇന്ന് ബസറ നിൽക്കുന്നേ ഉള്ളൂ എന്ന് കണ്ടപ്പോൾ ഞാൻ നോക്കിയെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. ബാഗ്ദാദിലായിട്ട് വെച്ചിരിക്കുന്നത് കുതിരപ്പുറത്ത് കയറിയാണേലും അവൻ അവിടെ ചെന്ന് അവൻ്റെ ജീവിതം അവിടെ അവസാനിക്കും. ജീവിതം ഒരു ആവി. പ്രിയപ്പെട്ടവരെ, നമുക്ക് തടയാൻ കഴിയാത്ത, നമുക്ക് നിശ്ചയിക്കാൻ കഴിയാത്ത, നമുക്ക് ലിമിറ്റ് വെക്കാൻ കഴിയാത്ത, ടൈം സ്പെസിഫൈ ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമാണ് ജീവിതം എന്നാണ് യാക്കോബ് ഇവിടെ നമ്മെ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൻ്റെ ഉടയവൻ നീ തന്നെയാണ് എന്നുള്ള നിലയിൽ നീ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പാടില്ല. ഇനി അടുത്തതായിട്ട് അവിടെ യാക്കോബ് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, പ്ലാൻ എവറിത്തിങ് ഓൺലി ഇൻ കൺസൾട്ടേഷൻ വിത്ത് ഗോഡ്. ദൈവത്തോട് ആലോചന ചോദിച്ചു മാത്രമേ, ദൈവഹിതപ്രകാരം മാത്രമേ സകലവും ചെയ്യാവൂ. 15-ാം വാക്യം, കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നത് ചെയ്യുമെന്നല്ലയോ പറയേണ്ടത്. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യും എന്നല്ലയോ പറയേണ്ടത്. അപ്പോൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നാം പ്ലാൻ ചെയ്യുമ്പോൾ 2-3 കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കണമെന്നുള്ളതാണ് വേദപുസ്തക പ്രമാണം. 2-3 പൊതു പ്രമാണങ്ങൾ പറയാം. ഒന്ന്, all our plans should be in the framework of God's will. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പരിപാടികളും ദൈവഹിതത്തിൻ്റെ ഫ്രെയിംവർക്കിലായിരിക്കണം, അതിൻ്റെ ചട്ടക്കൂടിലായിരിക്കണം. അതെങ്ങനെ നമുക്ക് അറിയാൻ പറ്റും? നമ്മുടെ പ്ലാനുകൾ ദൈവഹിതത്തിൻ്റെ ചട്ടക്കൂടിലാണെന്ന് എങ്ങനെ നമുക്ക് അറിയാൻ പറ്റുന്നത്? അത് ദൈവവചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പൊതുവായ ഇഷ്ടം എന്താണെന്ന് ദൈവവചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യങ്ങൾക്കുള്ളിലായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ പ്ലാനിങ്. ഇപ്പം ഞാൻ എന്ത് ചെയ്യണം, നാളെ എവിടെ പോകണം എന്ന് ദൈവവചനത്തിൽ വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഏതിനുള്ളിൽ, ഏത് ചട്ടക്കൂടിനുള്ളിലായിരിക്കണമെന്ന് ദൈവവചനത്തിൽ പൊതുവായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നാം കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ അത് ദൈവവചനത്തിന് അനുസരണമായ കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പ്ലാൻ ചെയ്യാവുള്ളൂ. അത് പണത്തിൻ്റെ കാര്യമാണെങ്കിലും, വിവാഹം ആലോചിക്കുന്ന കാര്യമാണെങ്കിലും, മറ്റേത് കാര്യമാണെങ്കിലും ദൈവഹിതം, ദൈവവചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവഹിതത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിലായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്ലാനിങ്ങും. രണ്ടാമത് ഒരു കാര്യം നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്, വി ഷുഡ് പ്ലാൻ എവറിത്തിങ് ഇൻ ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ്. ദൈവത്തിലുള്ള ആശ്രയത്തിൽ
എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയോടുകൂടെ വേണം നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യവും നമ്മൾ പ്ലാൻ ചെയ്യാൻ. ഭാവിയെക്കുറിച്ച് പ്ലാൻ ചെയ്യാൻ നമുക്കെല്ലാം ആവശ്യമുണ്ട്, അല്ലാതെ ജീവിക്കാൻ പറ്റുകയില്ല. പക്ഷേ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഒന്ന്, ദൈവത്തിൻ്റെ വചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾക്കുള്ളിൽ വേണം നമ്മുടെ പരിപാടികൾ ഇരിക്കാൻ. രണ്ട്, ആ പരിപാടികളിൽ നാം മുമ്പോട്ട് പോകുമ്പോൾ പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ വേണം നാം ആ പരിപാടികൾ നിർവഹിക്കാൻ. മൂന്നാമത്, നമ്മുടെ ജീവിതത്തിലെ എല്ലാ പരിപാടികളുടെയും പദ്ധതികളുടെയും ആത്യന്തിക ലക്ഷ്യം ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണം എന്നുള്ളതാണ്. കൊരിന്ത്യലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി തീരണം. ഉന്നത പഠനത്തിനായിട്ട് പോകുന്നു, ഉയർന്ന പഠനത്തിനായിട്ട് പോകുന്നു. എന്താ ആത്യന്തിക ലക്ഷ്യം? എങ്ങനെയും കുറെ കാശുണ്ടാക്കുക എന്നുള്ളതാണോ? അല്ല, ദൈവത്തിന്റെ നാമം എൻ്റെ ഈ പഠനം കൊണ്ട് മഹത്വപ്പെടണം. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു, കുടുംബമായി ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇന്ന ഒരു സ്ഥലത്തേക്ക് ഞാൻ പോകുന്നു, അവിടെ ചെന്ന് ദൈവേഷ്ടം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തണം. നമ്മുടെ എല്ലാ കാര്യങ്ങളുടെയും ആത്യന്തിക ലക്ഷ്യം ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വം എന്നുള്ളതായിരിക്കണം. അപ്പൊ ഈ 3 പ്രമാണങ്ങൾ പൊതുവായിട്ട് നമ്മൾ പാലിക്കണം. All our planning should be within the framework of God's revealed will. Secondly, all our planning should be in dependence on God. Thirdly, all our planning should be for God's glory. ദൈവത്തിൻ്റെ വചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യങ്ങൾക്കുള്ളിൽ നിൽക്കണം നമ്മുടെ എല്ലാ പരിപാടിയും, അതിന് വെളിയിലൊന്നും പാടില്ല. 2, ദൈവാശ്രയത്തിലും പ്രാർത്ഥനയിലും വേണം എല്ലാ പ്ലാനിങ്ങും ചെയ്യാൻ. മൂന്നാമത്, ദൈവനാമ മഹത്വമായിരിക്കണം. കച്ചവടം ചെയ്താലും പഠിച്ചാലും വിവാഹം കഴിച്ചാലും നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അത് ഇടയ്ക്കത് കയ്യിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ യാക്കോബ് പറയുന്നത് കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യും എന്ന് പറയണം. എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യവും ചെയ്യുമ്പോൾ വാചകം പറയണമെന്നല്ല ഇതിൻ്റെ അർത്ഥം. എല്ലാം ചെയ്യുമ്പോൾ ആ വാചകം പറഞ്ഞോണം, കർത്താവിന് ഇഷ്ടമെങ്കിൽ എന്ന് പറയണമെന്നല്ല ഇതിൻ്റെ അർത്ഥം. പറയാൻ ഒക്കുന്നിടത്ത് പറഞ്ഞു, നല്ല കാര്യമാണ്. നമുക്കറിയാം, കല്യാണക്കുറിയൊക്കെ അടിക്കുമ്പോൾ നമ്മൾ, കാരണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട്, ദൈവഹിതമായാൽ DV എന്ന് കല്യാണക്കുറിയിലൊക്കെ കാണും. DV എന്ന് പറഞ്ഞാൽ ഡിയോ വൊളൻറ്റെ എന്നാണ്, അത് ലാറ്റിനാണ്. ഗോഡ് വില്ലിങ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ദൈവഹിതമാണെങ്കിൽ എന്നാണ് DV എന്നുള്ളതിൻ്റെ അർത്ഥം. ഡിയോ വൊളൻറ്റെ എന്നുള്ള ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം അതാണ്, പദങ്ങളുടെ അർത്ഥം അതാണ്. ഇപ്പോൾ ദൈവഹിതമായാൽ ഇത്രാം തീയതി കൺവെൻഷൻ നടത്തും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഈവൻ്റ് ആയതുകൊണ്ട് നമ്മളത് പ്രസ്താവിക്കുമ്പോൾ ദൈവഹിതം എന്നുകൂടെ ചേർക്കുക. എന്നാൽ അനുദിന ജീവിതത്തിലെ എല്ലാ കാര്യവും നമ്മൾ അങ്ങനെ പറയുന്നില്ല. ദൈവഹിതമായാൽ ഞാൻ നാളെ ടൗണിൽ പോകും, ദൈവഹിതമായാൽ ഞാൻ നാളെ ബാംഗ്ലൂർ പോകും എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ നമ്മൾ പറയുന്നില്ലെങ്കിലും ആ നിയമത്തിന് കീഴിലായിരിക്കണം നമ്മൾ ജീവിക്കുന്നത്. എൻ്റെ ഏറ്റവും ചെറിയ യാത്രയും ചെറിയ പരിപാടിയും ദൈവത്തിൻ്റെ ഇഷ്ടത്തിനും പദ്ധതിക്കും അനുസരിച്ച് മാത്രമാണ് വേണ്ടിയത് എന്നുള്ള സമർപ്പണമുള്ളവരായിരിക്കണം എന്നാ. എല്ലാ വാചകത്തിലും അത് പറഞ്ഞില്ലെങ്കിൽ സാരമില്ല, പറയേണ്ടടുത്ത് പറഞ്ഞു. വാചകം പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ എൻ്റെ ഉള്ളിൽ ആ സമർപ്പണം ഉണ്ടായിരിക്കണം, ആ സബ്മിഷൻ ഉണ്ടായിരിക്കണം. ദൈവഹിതത്തിന് കീഴ്പ്പെട്ടായിരിക്കണം എൻ്റെ എല്ലാ പരിപാടികളും ഞാൻ നിർവഹിക്കേണ്ടത്. പൗലോസ് തൻ്റെ ലേഖനങ്ങളിൽ പറഞ്ഞിട്ടുള്ള 1-2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. പ്രവൃത്തികളുടെ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം ഒന്ന് നോക്കിയേ. അപ്പോസ്തല പ്രവൃത്തികൾ, ഇതെല്ലാം പൗലോസിനെ കുറിച്ചുള്ളതാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം. പൗലോസ് തൻ്റെ കാര്യപരിപാടികളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചില വേദഭാഗങ്ങളാണ്. അപ്പോൾ അതിൻ്റെ 21 പറയുന്നത്, ദൈവഹിതമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുമെന്ന് പറഞ്ഞ് വിടവാങ്ങി. ദൈവഹിതമെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരും. 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം. പൗലോസിൻ്റെ ജീവിതം എങ്ങനെയാണ് പൗലോസ് നയിച്ചിരുന്നത്, പ്ലാൻ ചെയ്തിരുന്നത് എന്ന് നോക്കുക. കർത്താവിന് ഇഷ്ടമെങ്കിൽ ഞാൻ വേഗം നിങ്ങളുടെ അടുക്കൽ വന്ന് ചീർത്തിരിക്കുന്നവരുടെ വാക്കല്ല, ശക്തി തന്നെ കണ്ടറിയും. കർത്താവിന് ഇഷ്ടമെങ്കിൽ. 1 കൊരിന്ത്യർ 16-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. കർത്താവ് അനുവദിച്ചാൽ കുറെ കാലം നിങ്ങളോടുകൂടെ പാർപ്പാൻ ആശിക്കുന്നത് കൊണ്ട്. അപ്പോൾ പൗലോസ് തൻ്റെ ജീവിതത്തിലെ പല രംഗങ്ങളിലും കർത്താവിന് ഇഷ്ടമെങ്കിൽ, കർത്താവ് അനുവദിച്ചാൽ എന്ന് പറഞ്ഞിരുന്നു.
എന്നാൽ എല്ലായിടത്തും അത് പറഞ്ഞിട്ടില്ല. പൗലോസ് പറയുന്ന വേറെയും പല കാര്യങ്ങളുണ്ട്, എല്ലാ വാചകത്തിൻ്റെ കൂടെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ നാം അതിൽ നിന്ന് മനസ്സിലാക്കുന്നൊരു പ്രമാണം, ആ വാചകം പറയുക എന്നുള്ളതിനേക്കാൾ ആ വാചകത്തിലെ സത്യത്തിന് കീഴ്പ്പെട്ടുള്ള ജീവിതമായിരിക്കണം നമ്മുടെ എല്ലാവരുടെയും ജീവിതം. പറയാനൊക്കുന്നിടത്ത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ ഉള്ളിൽ അതുണ്ടായിരിക്കണം. എൻ്റെ യാത്ര, എൻ്റെ പരിപാടി, എൻ്റെ സകല കാര്യങ്ങളും കർത്താവിൻ്റെ ഹിതത്തിന് അനുസരിച്ചുള്ളതായിരിക്കണം. അപ്പം നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മൾ ആദ്യം പറഞ്ഞത്, ദൈവത്തെ കൂടാതെ നാം പ്ലാൻ ചെയ്യാനായിട്ട് പാടില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ യജമാനൻ നാം തന്നെയാണ് എന്നുള്ള നിലയിൽ പരിപാടി ഇടാൻ പാടില്ല. നമ്മുടെ ജീവിതം നൈമിഷികമാണ് എന്നുള്ളത് നാം ഓർക്കണം. മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ദൈവത്തോട് ആലോചന ചോദിച്ചും ദൈവേഷ്ടപ്രകാരവും വേണം ചെയ്യുവാൻ. നാലാമതായിട്ട് അതിൻ്റെ 16-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങളോ വമ്പ് പറഞ്ഞ് പ്രശംസിക്കുന്നു, ഈ വക പ്രശംസയെല്ലാം ദോഷമാകുന്നു. ബോസ്റ്റിംഗ് വിത്തൗട്ട് ഗോഡ് ഈസ് സിൻ. ദൈവത്തെ കൂടാതെയുള്ള പ്രശംസ, ദൈവത്തിന് സ്ഥാനം കൊടുക്കാതെയുള്ള പ്രശംസ പാപമാണ്. ഇവിടെ ഈ വക പ്രശംസയെല്ലാം ദോഷം. ഈ വക എന്ന് പറയുന്നത് വമ്പ് പറഞ്ഞ് പ്രശംസിക്കുക, സ്വയത്തിൽ ആശ്രയിച്ച് ഞാനാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഉടയവൻ, എനിക്ക് നാളെയുടെ മേൽ അധികാരമുണ്ട് എന്നുള്ള ഭാവത്തിൽ സ്വന്തമായി പരിപാടിയിട്ട് അതിനെക്കുറിച്ച് പ്രശംസിക്കുകയാണ് ഈ വക പ്രശംസ. ഈ വക പ്രശംസയെല്ലാം ദോഷം ആകുന്നു. ആ വാക്കൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ദോഷം, ഈവിൾ എന്ന ചില തർജ്ജമകളിലുണ്ട്, വിക്കഡ് എന്ന് ചില തർജ്ജമകളിലുണ്ട്. ആ വാക്ക് പിശാചിന് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ്. ഈ വകയെല്ലാം ദോഷമാകുന്നു. പോനിറോസ് എന്നുള്ള ഒരു ഗ്രീക്ക് വാക്കാണ് അവിടെ വിക്കഡ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അത് പിശാചിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ചില വേദഭാഗങ്ങൾ ഞാൻ പറയാം. എല്ലാവർക്കും അറിയാവുന്ന ഭാഗങ്ങളാണ്, അതുകൊണ്ട് എടുത്ത് വായിക്കണമെന്നില്ല. എഫേസ്യർ 6:16 ദുഷ്ടന്റെ തീയമ്പുകളെ കെടുക്കുക. അവിടെ ദുഷ്ടൻ എന്ന് പിശാചിനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഈ വാക്കാണ്. ദോഷം എന്ന് പറഞ്ഞിരിക്കുന്ന ആ വാക്കാണ്. അതുപോലെ മത്തായി 6:13 കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ വാക്കാണ്. ദുഷ്ടൻ എന്നവിടെ പറഞ്ഞിരിക്കുന്നത് ഈ വാക്കാണ്. മത്തായി 13:19 വിതയ്ക്കുന്നവന്റെ ഉപമ കർത്താവ് പറഞ്ഞപ്പോൾ വിതച്ചത് ഹൃദയത്തിൽ നിന്ന് ദുഷ്ടൻ വന്നെടുത്തു കളയുന്നു. ഇത് പിശാചിന്റെ കാര്യമാണെന്ന് നമുക്കറിയാമല്ലോ. അവിടെ ദുഷ്ടൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ വാക്കാണ്. അപ്പോൾ ഇവിടെ ദോഷമെന്ന് പറഞ്ഞിരിക്കുന്ന ഈ വാക്ക് പിശാചിന് വേണ്ടി പുതിയ നിയമത്തിൽ പലയിടത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ്. ദോഷമുള്ളവൻ, ദുഷ്ടൻ എന്നുള്ള ഈ വാക്ക്. ദൈവത്തെ കൂടാതെയുള്ള ഈ പ്രശംസ, വമ്പ് പറച്ചിൽ, പൊങ്ങച്ചം പറച്ചിൽ മുഴുവൻ പിശാചിൽ നിന്നുള്ളതാണ്. നമുക്കറിയാം, യെശയ്യാപ്രവചനം 14-ാമത്തെ അധ്യായത്തിൽ ലൂസിഫറിന്റെ പ്രശംസ, അവന്റെ വമ്പ് പറച്ചിൽ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ മേഘോന്നതകൾക്ക് മീതെ കയറും, അത്യുന്നതനോട് സമനാകും, എൻ്റെ സിംഹാസനം അവിടെ വെക്കുമെന്നൊക്കെ 5 പ്രാവശ്യം ഇംഗ്ലീഷിൽ ഐ വിൽ എന്ന് 5 പ്രാവശ്യം പറയുന്നുണ്ട്. പ്രശംസയായിട്ട് ഞാനത് ചെയ്യുമെന്ന് 5 പ്രാവശ്യം പറയുന്നുണ്ട്. അത് ലൂസിഫറിന്റെ സ്വഭാവമാണ്. ഈ തരത്തിലുള്ള പ്രശംസ, അതായത് ദൈവത്തെ കൂടാതെയുള്ള വമ്പ് പറച്ചിൽ, സ്വയത്തിൽ ആശ്രയിച്ചുള്ള പ്രശംസ ദുഷ്ടനിൽ നിന്ന് വരുന്നതാണ്. അത് ദൈവമക്കൾക്ക് ഒരിക്കലും ഉണ്ടാകാനായിട്ട് പാടില്ല. നാം ലൂക്കോസ് 12 കണ്ട ആ മൂഢനും ഇതേപോലെ പ്രശംസിച്ചായിട്ടാണ് നമ്മൾ കണ്ടത്, അല്ലേ? ഞാൻ ഇന്നത് ചെയ്യും, കളപ്പുറകൾ പൊളിക്കും, ഞാനത് പണിയും, തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്ന് ഞാൻ പറയും. അപ്പോൾ അവനും അവിടെ പ്രശംസിക്കുക. നാം അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? ദൈവത്തെ കൂടാതെയുള്ള പ്രശംസ അത് പിശാചിൽ നിന്നുള്ളതാണ്, ദുഷ്ടന്റെ സ്വഭാവമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ പൊങ്ങച്ചം പറയാനായിട്ട് പാടില്ല. ഈ പൊങ്ങച്ചം പറയുക എന്നുള്ളത് മനുഷ്യന്റെ പ്രകൃതിയിൽപ്പെട്ടൊരു കാര്യമാണ്. എന്നാൽ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതെ ആ മഹത്വം നാം എടുക്കുന്ന നിലയിൽ നമ്മുടെ പണത്തെക്കുറിച്ചാണെങ്കിലും, മക്കളെക്കുറിച്ചാണെങ്കിലും, ജോലിയെക്കുറിച്ചാണെങ്കിലും, നമ്മുടെ ശുശ്രൂഷയെക്കുറിച്ചാണെങ്കിലും നാം ഒരിക്കലും പറയാൻ പാടില്ല. നമ്മുടെ ഒരു കാര്യവും പറയരുതെന്നല്ല, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതെ നാം ഒരിക്കലും അങ്ങനെ പറയാനായിട്ട് പാടില്ല. ഒടുവിലായിട്ട് ഒരു കാര്യം കൂടി ആ വാക്യത്തിൽ നിന്ന് പറയട്ടെ. 17-ാം വാക്യം, നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ.
യാക്കോബ് എന്താ ആ കാര്യം എന്താ ഇവിടെ പറയുന്നത്? നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവൻ എന്നിവിടെ പറയുന്നത് ഈ കോണ്ടെക്സ്റ്റിൽ എന്തായിരിക്കണം അതിൻ്റെ അർത്ഥം? ഈ സന്ദർഭത്തിൽ എന്തായിരിക്കണം അതിൻ്റെ അർത്ഥം? ജീവിതം നൈമിഷികമാണ്, പെട്ടെന്ന് തീർന്നു പോകും, നാളെയെക്കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ, ദൈവഹിത പ്രകാരം വേണം എല്ലാം ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും. അപ്പോൾ അതൊരു പൊതുപ്രമാണമാണ്. എന്നാൽ ഈ കോണ്ടെക്സ്റ്റിൽ അതിൻ്റെ അർത്ഥം ജീവിതത്തിൻ്റെ നൈമിഷികത മനസ്സിലാക്കി, ദ അൺസർട്ടനിറ്റി ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ നൈമിഷികത മനസ്സിലാക്കി, വി ഷുഡ് ബി റെഡി ടു ഡു ഓൾ ദാറ്റ് വി നോ ടു ബി റൈറ്റ്. ശരിയെന്ന് നമുക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും നാം ചെയ്യാനായിട്ട് എപ്പോഴും ഒരുങ്ങിയിരിക്കണം. എന്താ കാരണം? നാളെ നമ്മുടെ കയ്യിലല്ല. ജീവിതം നൈമിഷികമാണ്. പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ചെയ്യാൻ ഒക്കുമെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ the uncertainty of life should make us ready to do what is right. ജീവിതത്തിൻ്റെ നൈമിഷികത ശരിയെന്ന് നമുക്കിപ്പോൾ അറിയാവുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മെ പ്രത്യേകമായിട്ട് പ്രേരിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, നാളെ ചെയ്യാം, ഭാവിയിൽ ചെയ്യാം എന്ന് പറഞ്ഞിരിക്കരുത്. ചെയ്യാനൊക്കുന്ന നന്മ, അത് സാമ്പത്തിക മേഖലയിലാണെങ്കിലും വേറെ ഏത് മേഖലയിലാണെങ്കിലും ചെയ്യാനൊക്കുന്ന നന്മ ഇപ്പം ചെയ്തോ. പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ പിന്നെ എന്ന് പറയുന്നൊരു സമയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരികയില്ല. ഈ ഭാഗത്ത് ഈ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ 3 കാര്യങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയും. അതിൻ്റെ ആദ്യ ഭാഗത്ത് ഇഗ്നോറിങ് ഗോഡ്, ദൈവത്തെ കണക്കിലെടുക്കുന്നില്ല. രണ്ടാമത്തെ ഭാഗത്ത് ഡിനൈയിങ് ഗോഡ്, വമ്പ് പറയുക, അത് ദൈവത്തെ നിഷേധിക്കുക. മൂന്നാമത്തെ ഭാഗത്ത് ഡിസൊബേയിങ് ഗോഡ്, ഒടുവിലത്തെ വാക്യം ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞിട്ട് അത് ചെയ്യാതിരിക്കുക. അപ്പൊ ദൈവത്തോടുള്ള ബന്ധത്തിൽ 3 കുഴപ്പങ്ങൾ നമുക്ക് സംഭവിക്കാം. ഒന്ന് 13-ാം വാക്യത്തിൽ ഇഗ്നോർ ഗോഡ്, ദൈവത്തെ കണക്കിലെടുക്കാതിരിക്കുക. അതിൻ്റെ താഴെ വമ്പ് പറയുന്നതിനോടുള്ള ബന്ധത്തിൽ ഡിനൈയിങ് ഗോഡ്, ദൈവത്തെ നിഷേധിക്കുക. അതിൻ്റെ ഒടുവിലത്തെ വാക്യത്തിൽ ഡിസൊബേയിങ് ഗോഡ്, ദൈവത്തെ അനുസരിക്കാതിരിക്കുക. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നമ്മൾ ഈ ഭാഗത്തു നിന്ന് പഠിച്ചത്? പ്രധാനമായി നാം പഠിച്ചത് ദൈവത്തെ കൂടാതെ യാതൊരു പ്ലാനിങ്ങും നമ്മുടെ ജീവിതത്തിൽ നടത്താൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ യജമാനൻ നമ്മൾ തന്നെയാണ് എന്ന് ചിന്തിച്ചൊരിക്കലും പെരുമാറരുത്. നമ്മുടെ ജീവിതം നൈമിഷികമാണ് എന്ന് എപ്പോഴും നാം ഓർത്തിരിക്കണം. നമ്മുടെ ജീവിതത്തിലെ സകല കാര്യങ്ങളും ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിച്ചും അറിഞ്ഞും ദൈവത്തോട് ആലോചന ചോദിച്ചും വേണം നാം ചെയ്യുവാൻ. ദൈവത്തെ കൂടാതെയുള്ള എല്ലാ പ്രശംസയും, ദൈവത്തിന് മഹത്വം കൊടുക്കാതെയുള്ള എല്ലാ പ്രശംസയും പൈശാചികമാണ്, പിശാചിൽ നിന്ന് വരുന്നതാണ്. നമ്മുടെ ജീവിതം നൈമിഷികമാണ് എന്നുള്ള അറിവിൽ നമുക്ക് ചെയ്യാൻ ഒക്കുന്ന നന്മയെന്ന് നമുക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും നാം ഉടനടി നാളത്തേക്ക് മാറ്റിവെക്കാതെ ഇന്ന് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഈ പാഠങ്ങൾ ശരിയായ വിശ്വാസമുള്ള ഒരാൾ പാലിക്കും എന്നുള്ളതാണ് യാക്കോബ് നമ്മെ പഠിപ്പിക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ സത്യവിശ്വാസികൾ എന്ന നിലയ്ക്ക് ഈ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓർത്തിരിക്കാം. ദൈവം നമ്മെ സഹായിക്കും.